വീണ്ടും ദ്രവ്യത്തിലെത്തി. എന്റെ ദൈവമേ, പിന്നെ ഞാൻ ഇവിടെ എത്തിയല്ലോ. അത് എന്റെ വീട്ടിൽ വന്ന ആ ആക്രി പറക്കുന്നവന്മാരല്ലേ, അതേപോലെ തന്നെ കലിയുഗത്തിൽ കണ്ടവന്മാര്. നീ വന്നേ, നിങ്ങൾ മറ്റേ എന്റെ വീട്ടിൽ ആക്രി പറക്കാൻ വന്നത് കലിയുഗത്തൊക്കെ വന്നവരല്ലേ? നരകാസുരനൊക്കെ വന്നിട്ട് ഇവിടെ യുദ്ധം ചെയ്തതോ, അങ്ങനെ കൊറേ ഒക്കെ തല്ലിപ്പൊളിച്ചതോ? ഓ, അതൊക്കെ ത്രേതയുഗോ, ഇത് വാമനയുഗോ. വാമനയുഗോ? എന്റെ ദൈവമേ, പക്ഷെ ശ്രീരാമന്റെ ഹനുമാന്റെ ഒക്കെ യുഗം. എന്റെ ദൈവമേ, ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഹനുമാന്റെ സ്ഥലമോ? കുംഭകർണനോ? അതല്ലേ മറ്റേ 6 മാസം ഉറങ്ങുന്നതും 6 മാസം എണീറ്റിരിക്കുന്നതും, അതുപോലെ തന്നെ രാവണനെ കൊന്നതല്ലേ ശ്രീരാമൻ? അപ്പൊ അതുകൊണ്ടല്ലേ ഇവിടെ ശാന്തം. പിന്നെന്തിനാ കുംഭകർണൻ ഇവിടെ വരുന്നത്? കുംഭകർണൻ യുദ്ധത്തിനിടയ്ക്ക് മരിച്ചു പോയില്ലേ? ക്ഷമിക്കണം, ഇത് കുംഭകർണനല്ല, വേറെ ഏതോ ഒരു രൂപമാണ്. അല്ല, ഇത് എന്തൊക്കെ ഇതാണ് ഇവിടെ? എന്തൊക്കെ രൂപങ്ങളാണ് ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. ആ കാണുന്നതാണ് ആ രൂപം. അവനവിടെ പോയി. ഓ, ആ അസുരനെ കണ്ടപ്പോ ഓടിപ്പോയി കാണും. അതാരാ നിക്കുന്നത്? ശ്രീരാമന്റെ വിഗ്രഹമല്ലേ? ഇതെവിടുന്ന ശബ്ദം കേൾക്കുന്നേ? ഭക്ത, നാമാണ് സംസാരിക്കുന്നത്. ശ്രീരാമനോ? ഭഗവാനെ, എനിക്ക് ഭഗവാനോടൊരു കാര്യം ചോദിക്കണം. ഞാൻ എങ്ങനാ ഈ കലിയുഗത്തിൽ നിന്ന് ആദ്യം ത്രേതയുഗത്തിൽ പോയി, പിന്നെ ഞാനിപ്പം ഈ ദ്വാരയുഗത്തിൽ വന്ന്, ഇതൊക്കെ എങ്ങനാ ഭഗവാനെ? ഇതൊക്കെ എങ്ങനാ? ഭക്ത, നിന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതൊരു ടൈം ട്രാവലറാണ്. അത് കാരണമാണ് നീ യുഗങ്ങൾ മാറുന്നത്. ഇതാണോ? ഇത് ഞാൻ മൂന്നാർ ടൂറ് പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാ. ഞാൻ ആ കഥ പറഞ്ഞു തരാം. ഇതെന്താ വണ്ടി അനങ്ങാത്തത്? അയ്യേ, ഇത് കാരണമായിരുന്നോ? അല്ല, വേണ്ട, വല്ല പട്ടിയെ കാണുമ്പോ എറിയാം. അതാണല്ലേ? അതിങ്ങി തരൂ ഭക്ത. ഇത് ഇന്നാ എടുത്തോ. ഇതും കൊണ്ട് എനിക്ക് ആ രാക്ഷസനെ വധിക്കാൻ പറ്റും. ആണോ? വളരെ ഉപകാരമുണ്ട്. കലിയുഗത്തെ വന്നു. ശ്രീരാമ, കൃഷ്ണ, എനിക്ക് നേരിട്ട് കാണാൻ പറ്റും ദൈവങ്ങളെയൊക്കെ.